പ്ലാസ്റ്റിക് പ്രൈവറ്റ് ചെടികളെ വഴി എവിടെയാ? അത് ഈ അടുത്താ. അല്ല, ഈ പ്ലാസ്റ്റിക് എന്താ പരിപാടി? അത് പിന്നെ ആവാത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. അല്ല, വേറൊന്നല്ല. ഈ ആൾക്കാരൊക്കെ പറയുന്നത് പ്രേതബാധയുള്ള സ്ഥലൊക്കെയാന്നാണ് പറയാറ്. അതോ ചേട്ടാ അങ്ങനെ? നിങ്ങൾ അങ്ങോട്ടേ പോവാണ്ടിരിക്കുന്ന നല്ലത്. പണ്ടൊരു ഭാര്യയും ഭർത്താവ് ഉണ്ടായിരുന്നു. അവന്റെ കല്യാണത്തിൽ അവന്റെ വീട്ടുകാർക്ക് ഒന്നും സമ്മതം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവര് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് കുറച്ചായപ്പോഴേക്കും അത് തമ്മിൽ ചെറിയൊരു ഈഗോ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിന്റെ ഇടയിലാണ് മറ്റു ഭർത്താവിനെ ഒരു പെണ്ണറ്റ് അവഹീതം ഉണ്ടാവുന്നത്. ഒന്നിപ്പോ ഇടവർക്കൊക്കെ പ്രാന്താന്നുണ്ട്. അവിടെ നിക്കാള് പറയണേലും കാര്യണ്ട്. എന്ത് കാര്യം? ചെറുക്കാതെ പറഞ്ഞേ. ഈ ഒരു സമയത്താണ് ഭാര്യയുടെ അച്ഛനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നത്. എന്നിട്ട് ഭാര്യയുടെ അച്ഛനൊരു 30 ലക്ഷം രൂപ ഭാര്യയുടെ പേരിൽ കെട്ടിവെച്ചു. ആ സമയത്ത് ഭർത്താവും പിന്നെ മറ്റേ കാമുകയും കൂടി ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചു. അവന്റെ പൈസ അധികം ഇല്ലാത്ത കാരണം ഈ ഭാര്യയുടെ അടിച്ചു മാറ്റാനാണ് തീരുമാനിച്ചത്. എന്നിട്ട് ഭാര്യ തരില്ല എന്ന് പറഞ്ഞ കാരണം ഭാര്യനെ കൊന്നിട്ട് അവര് കുറച്ചു കാലം ജീവിച്ചു, അടിപിച്ച് പൊളിച്ച് ജീവിച്ചു പറഞ്ഞ് കേട്ട. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവന്റെ 2 ഡെഡ് ബോഡിയാണ് നാട്ടുകാരോട് കിടക്കുന്നത് കണ്ടു. നന്നായിട്ട് നല്ല കഥ. ഒന്നിപ്പോ ഇടവല്ല പണിയെടുത്ത് ജീവിക്ക്. നമുക്ക് വീട്ടിലേക്ക് പോകാൻ. ഹലോ, എടാ നീ എവിടെയാ? ഞാനിപ്പോ വീട്ടിലുണ്ടല്ലോ.